ശൈലജ ടീച്ചർക്കെതിരെ വീണ്ടും അധിക്ഷേപം. ആർ.എം.പി. നേതാവ് KS ഹരിഹരനാണ് അധിക്ഷേപ പരാമർശം നടത്തിയത്. ടീച്ചറെ ഒരു പോർണോ വീഡിയോ ഉണ്ടാക്കി ആരെങ്കിലും ഉണ്ടാക്കും? അത് മഞ്ജു വാര്യരുടെ പോർണോ വീഡിയോ ഉണ്ടാക്കിയത് നമുക്ക് കേട്ടാൽ മനസ്സിലാവും. ആരെങ്കിലും ഉണ്ടാക്കും അത്? ജോഷ്ലുണ്ട് വിശദാംശങ്ങൾ നൽകാൻ. ജോഷ്ല, സ്ത്രീവിരുദ്ധ പരാമർശവുമായി ആർ.എം.പി. നേതാവ് KS ഹരിഹരനാണ് രംഗത്ത് വന്നിരിക്കുന്നത്. എന്താണ് കൂടുതൽ വിവരങ്ങൾ? ബിനു, വടകരയിൽ കോട്ടപ്പറമ്പിൽ നടന്ന UDF RMPIയുടെ പ്രതിഷേധ പൊതുയോഗം, അതായത് CPIM-നെതിരെ സംഘടിപ്പിച്ച പ്രതിഷേധ പൊതുയോഗത്തിലാണ് ഇത്തരമൊരു പരാമർശം RMPI നേതാവ് KS ഹരിഹരൻ ഉന്നയിച്ചിരിക്കുന്നത്. സാംസ്കാരികമായി ഏറെ അധപ്പതിച്ച വാക്കുകൾ എന്ന് വേണം വിശേഷിപ്പിക്കാൻ. ഒരു സ്ത്രീക്ക് സമൂഹത്തിൽ താൻ അധിക്ഷേപിക്കപ്പെട്ടു എന്ന് പറയാൻ ആവാത്ത വിധം അതിനെ വളരെയധികം വക്രീകരിക്കുകയും അതുപോലെ തന്നെ അതിനെ ലൈംഗികമായ അധിക്ഷേപത്തിലൂടെ തന്നെ അതിനെ നേരിടുകയും ചെയ്യുന്ന UDF-ന്റെ നയം എന്ന് വേണമെങ്കിൽ നമുക്ക് വിശേഷിപ്പിക്കാം. ആ ഒരു നയമാണ് തെരഞ്ഞെടുപ്പിന് ശേഷവും തെരഞ്ഞെടുപ്പിന് മുൻപുമൊക്കെ നാം കാണാനിടയായത്. അതിൻ്റെ മറുവശം എന്ന് പറയുന്നത് RMPI കൂടി അതിന് ഒത്താശ ചെയ്യുന്നു എന്നുള്ളതാണ്. KS ഹരിഹരൻ എന്ന് പറയുന്നത് RMPIക്കാർ തന്നെ വിശേഷിപ്പിക്കുന്നത് RMPIയുടെ സാംസ്കാരിക ബുദ്ധിജീവി കേന്ദ്രം എന്നുള്ള രീതിയിലാണ്. അങ്ങനെയുള്ള ഒരു മനുഷ്യൻ്റെ വാക്കുകളാണ് നാം ഇപ്പോൾ കേട്ടത്, അല്പസമയം മുൻപ് കേട്ടത്. KK ശൈലജ ടീച്ചറെ മാത്രമല്ല, മഞ്ജു വാര്യർ എന്ന സ്ത്രീയെ കൂടി അപമാനിക്കുന്ന വിധത്തിൽ, അതായത് KK ശൈലജ ടീച്ചറെ കുറിച്ച് ഒരുപക്ഷെ അവരുടെ പ്രായത്തെക്കുറിച്ചോ അല്ലെങ്കിൽ അവരുടെ സ്ത്രീത്വത്തെക്കുറിച്ചോ അവരുടെ രൂപത്തെക്കുറിച്ചോ എന്തിനെക്കുറിച്ചാണ് അദ്ദേഹം ഇത്തരത്തിൽ ഒരു പരാമർശം നടത്തിയത് എന്ന് അദ്ദേഹം തന്നെ മറുപടി പറയേണ്ട ഒരു അവസ്ഥയിലേക്കാണ് പോയിരിക്കുന്നത്. അതുപോലെ തന്നെ ശൈലജ ടീച്ചറിനെ കുറിച്ച് അത്തരമൊരു വീഡിയോ ഉണ്ടാക്കാൻ ആരെങ്കിലും ശ്രമിക്കുമോ എന്ന് പറഞ്ഞ് പരിഹാസ രൂപത്തിൽ അദ്ദേഹം പറയുന്ന മറ്റൊരു വാചകം കൂടിയുണ്ട്. മഞ്ജു വാര്യരുടേതാണെങ്കിൽ വിശ്വസിക്കാം. അത് മഞ്ജു വാര്യരുടെ ശരീരം അല്ലെങ്കിൽ ഈ വീഡിയോ ഒക്കെ ഇങ്ങനെ ഉണ്ടാക്കാൻ വേണ്ടി സമൂഹത്തിനെ ആരെങ്കിലും അനുവദിച്ചിട്ടുണ്ടോ എന്നുള്ള ഒരു ചോദ്യം കൂടി അവിടെ ബാക്കിയാവുകയാണ്. സാംസ്കാരികമായി ഇത്രയേറെ ഉയർന്ന ഒരാൾ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഒരാൾ, അതായത് RMPI തന്നെ വിശേഷിക്കുന്ന ഒരാളുടെ ഒരു ചിന്താഗതി, സാംസ്കാരികമായ ഒരു ചിന്താഗതി ഈ തരത്തിലാണെങ്കിൽ RMPI-യും UDF-ഉം പ്രതിപക്ഷ നേതാവിനെയും അതുപോലെ തന്നെ UDF നേതാക്കളെ ഒന്നടങ്കം ഇരുത്തിക്കൊണ്ടുള്ള വേദിയിൽ ഇത്തരത്തിൽ ഒരു സമൂഹത്തിൽ മാത്രമല്ല ലോകത്തിൽ തന്നെ ലോകത്തിൻ്റെ നെറുകയിൽ തന്നെ ആളുകൾ ബഹുമാന പുരസ്സരം വിശേഷിപ്പിക്കുന്ന KK ശൈലജ ടീച്ചർ എന്ന മുൻ ആരോഗ്യമന്ത്രിയെ കൊണ്ടാണ് ഇത്തരത്തിലുള്ള ഏറ്റവും നീചവും നിന്ദ്യവുമായ വാക്കുകൾ പ്രയോഗിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് ഈ ഒരു വീഡിയോയിലൂടെ വ്യക്തമാകുന്നത് എന്നുള്ളതാണ്. ബിനു, ജോഷ്ല, ഈ ഒരു പൊതുപ്രവർത്തകരിൽ നിന്നും വരാൻ പാടില്ലാത്ത വാക്കുകളാണ് പുറത്തു വന്നത്. കാരണം ശൈലജ ടീച്ചർക്കെതിരെ അധിക്ഷേപം ഉയർത്തിയിരിക്കുന്നത് RMP നേതാവ് KS ഹരിഹരനാണ്. അതായത് ഇത്തരത്തിൽ ഉള്ള വീഡിയോകൾ മഞ്ജു വാര്യർക്കെതിരെയാണെങ്കിൽ വിശ്വസിക്കാം, പക്ഷേ ശൈലജ ടീച്ചർക്കെതിരെ വിശ്വസിക്കാൻ കഴിയില്ല എന്നതടക്കം പറയുമ്പോൾ ഈ RMPയെ സംബന്ധിച്ചിടത്തോളം ഇതുമായി ബന്ധപ്പെട്ട് അതിൻ്റെ ഉത്തരവാദിത്തപ്പെട്ടവർ RMPയുമായി ബന്ധപ്പെട്ട് ഈ അത്തരത്തിലുള്ള ആരെങ്കിലും നിന്നുള്ള പ്രതികരണങ്ങൾ ലഭ്യമായിട്ടുണ്ടോ? അത് സംബന്ധിച്ചുള്ള വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? ഇതുവരെ അങ്ങനെ ഒരു പ്രതികരണമൊന്നും RMPയുടെ ഭാഗത്തു നിന്നോ അല്ലെങ്കിൽ UDF-ന്റെ ഭാഗത്തു നിന്നോ ഉണ്ടായിട്ടില്ല. പ്രതിപക്ഷ നേതാവ് VD സതീശൻ അടക്കം പങ്കെടുത്ത ഒരു പരിപാടിയാണത്. അതുപോലെ തന്നെ ഷാഫി പറമ്പിൽ അടക്കമുള്ള ആളുകൾ, UDF-ന്റെ സ്ഥാനാർത്ഥി ഷാഫി പറമ്പിൽ അടക്കമുള്ള ആളുകൾ ഈ ഒരു പൊതുയോഗത്തിൽ പങ്കെടുത്തു എന്നുള്ളതാണ്. ഇവരെയൊക്കെ ഇരുത്തിക്കൊണ്ടാണ് ഇത്തരത്തിൽ ഒരു പദപ്രയോഗം RMPI നേതാവ് ഹരിഹരൻ പ്രയോഗിക്കുന്നത് എന്നുള്ളതാണ്. RMPയുടെ നേതാവ് MLA കൂടിയായ KK രമയടക്കം ഇതുമായി പ്രതികരണവുമായി മുന്നോട്ട് വരേണ്ടതാണ്. എന്നാൽ പോലും ഇത്തരത്തിലുള്ള ഒരു പ്രതികരണവും ഒരു സ്ത്രീ എന്ന ഒരു പരിഗണന പോലും നൽകാതെ ഇത്തരത്തിലുള്ള ഒരു പ്രതികരണം പോലും ഇതുവരെ നടത്താൻ KK രമ തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് മറ്റൊരു കാര്യം. ഇവരുടെയൊക്കെ ഒരു ചിന്താഗതി, ഒരു സ്ത്രീയെക്കുറിച്ചുള്ള ചിന്താഗതി അല്ലെങ്കിൽ സ്ത്രീത്വത്തെക്കുറിച്ചുള്ള ചിന്താഗതി, ഒരു സ്ത്രീക്ക് സമൂഹത്തിൽ തനിക്കു നേരെ ലൈംഗിക അതിക്രമം നടന്നു എന്ന് പറയാൻ പോലുമുള്ള ഒരു സാഹചര്യത്തെ നിഷേധിക്കുന്ന രീതിയിലുള്ള പെരുമാറ്റം അല്ലെങ്കിൽ അവരെ പരിഹസിക്കുന്ന രീതിയിലുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കുന്ന UDF-ന്റെ അഥവാ അല്ലെങ്കിൽ RMPയുടെ പോലും മനോഭാവം അങ്ങനെയായി മാറിയിരിക്കുന്നു എന്നുള്ളതാണ്. അതിനെതിരെ പ്രതിഷേധിക്കാൻ പോലും ആളുകൾ രംഗത്ത് വരുന്നില്ല, RMPയുടെ ആളുകൾ പോലും രംഗത്ത് വരുന്നില്ല എന്നുള്ളതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ബിനു, തീർച്ചയായും ജോഷ്ല സൂചിപ്പിച്ചതുപോലെ തന്നെ KK രമയുടെ ഭാഗത്തുനിന്നൊക്കെ ഇതിന് പ്രതികരണം വരേണ്ടതാണ്. കാരണം സ്ത്രീത്വത്തെ അപമാനിക്കുകയാണ്, ഒരു നടിയെ അപമാനിച്ചിരിക്കുന്നു, ഒപ്പം KK ശൈലജ ടീച്ചറെ അപമാനിച്ചിരിക്കുന്നു.
ഇത്തരത്തിൽ വലിയ ആദർശങ്ങൾ പറയുന്ന KK രമയെ പോലുള്ളവർ പോലും ഇത്രയും ഈ അധിക്ഷേപം നടത്തിയിട്ട് ഇത്രയും സമയമായിട്ട് പോലും ജോഷില സൂചിപ്പിച്ചതുപോലെ തന്നെ VD സതീശൻ അടക്കം ഇരിക്കുന്ന വേദിയാണ്. എന്നിട്ട് പോലും അതിന് മാപ്പ് പറയാനോ അല്ലെങ്കിൽ അതിൽ നടപടിയെടുക്കാനോ തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയം. ഇക്കാര്യത്തിൽ ഇവരാരും തന്നെ ഒന്നും പ്രതികരിക്കാൻ തയ്യാറല്ലേ ജോഷില? ഇതുവരെ ഒന്നും പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. എന്തായാലും ഈ വീഡിയോ പോലും ഉപയോഗിക്കുന്ന രീതിയിൽ മറ്റ് വാട്സപ്പ് ഗ്രൂപ്പുകൾ ഈ വീഡിയോ അടക്കം പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുന്ന ഒരു മനോഭാവം UDFിൻ്റെ ഭാഗത്ത് നിന്നടക്കം ഉണ്ടാകുന്നു എന്നുള്ളതാണ്. അതേസമയം തന്നെ എന്താണ് പറയുന്നത് ഹരിഹരൻ എന്നുള്ള ഒരു വ്യക്തി ഒരു ടീച്ചറെ കുറിച്ച് അല്ലെങ്കിൽ കഴിഞ്ഞ സ്ഥാനാർത്ഥിയായി മത്സരിച്ച ഒരു സ്ത്രീയെക്കുറിച്ച് പറയാവുന്ന വാക്കുകളാണോ പറഞ്ഞുള്ളത് എന്നുള്ളത് സമൂഹം ചർച്ച ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ്. ഒരാൾക്കെതിരെ ലൈംഗിക അധിക്ഷേപം നടന്നു എന്ന് പരാതി പറഞ്ഞ ഉടൻ ഇവരെക്കുറിച്ചാണോ ലൈംഗിക അധിക്ഷേപം നടത്തേണ്ടത്, അല്ലെങ്കിൽ ആ സ്ത്രീയുടെ രൂപത്തെക്കുറിച്ചോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള പ്രായത്തെക്കുറിച്ചോ അങ്ങനെയുള്ള ആ സ്ത്രീയെ അപമാനിക്കുന്ന രീതിയിലുള്ള പരിഹസിക്കുന്ന വിധത്തിലുള്ള വാക്കുകൾ പ്രയോഗിക്കുക എന്ന് പറയുന്നത് തന്നെ അങ്ങനെയൊരു ലൈംഗിക അധിക്ഷേപവുമായി ഒരാൾ മുന്നോട്ട് വരേണ്ടതില്ല. ഭയപ്പെടുത്തുന്ന രീതിയിലുള്ള വാക്കുകൾ പ്രയോഗിക്കുകയാണ് സത്യത്തിൽ സമൂഹത്തിൽ അങ്ങനെ ഒരു ഉദാഹരണം പങ്കുവയ്ക്കുകയാണ് ഹരിഹരനെ പോലുള്ള ഈ ഒരു സാംസ്കാരിക ബുദ്ധിജീവി എന്നടക്കം RMPയായി വിശേഷിപ്പിക്കുന്ന ആൾ ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ്. അത്തരത്തിൽ ഒരു പ്രയോഗം പാടുണ്ടോ? ഒരു ലൈംഗിക അധിക്ഷേപം നടത്തിയെന്ന് പരാതി പറഞ്ഞ ഒരു സ്ത്രീക്കെതിരെ അത്തരത്തിൽ നിങ്ങൾക്കെതിരെ ആരാണ് അങ്ങനെ നടത്തുക? ഇന്നയാൾക്കെതിരെ ആണെങ്കിൽ അത് വിശ്വസിക്കാമായിരുന്നു. വീണ്ടും അധിക്ഷേപം RMP നേതാവ് KS ഹരിഹരനാണ് സ്ത്രീത്വത്തെ അപമാനിക്കുന്ന തരത്തിൽ അധിക്ഷേപ പരാമർശം നടത്തിയത്. മഞ്ജു വാര്യരെയും അടക്കം അധിക്ഷേപിച്ചിരിക്കുകയാണ് ഇയാൾ. വിവരങ്ങളാണ് ജോഷില നൽകിയത്.